ഏ ഓ അങ്ങനല്ല അമ്മ ഇച്ചിരി നാൾ കൈകൊണ്ട് വീട്ടിൽ ഇടാൻ തുടങ്ങും. ഇച്ചിരി നാൾ കൈകൊണ്ട് വീട്ടിൽ ഇടാൻ തുടങ്ങുമല്ലേ. ഇത്ര നീളം ഒന്നും മേടിച്ചു കൊടുക്കണ്ട, പിന്നെ പറയും നീളമായിരുന്നു. ഇച്ചിരി നീളം കുറഞ്ഞ് മേടിച്ചു കൊടുക്കും. 3 ഉണ്ടായിരുന്നല്ലോ. ചായ കുടിച്ചില്ലേ? പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വന്നതേ ഉള്ളു പ്രിയങ്ങളെ. ഇന്ന് നമ്മുടെ വഴികെട്ട് ഏകദേശമൊക്കെ തീർന്നു വരുന്നു കേട്ടോ. ബാക്കിയും കൂടെ കംപ്ലീറ്റ് ചെയ്താലേ നിങ്ങൾക്ക് കാണിക്കുമ്പോൾ മനസ്സിലാകത്തുള്ളൂ. അന്നേരം ഞാൻ കാണിക്കാം. പിന്നെ ഇന്നാണ് ഞാൻ എന്താ പറയുന്നത്, ആ വീഡിയോ അപ്ലോഡ് ചെയ്തത്. എന്താ വീട് കൂതാശയുടെ പാർട്ട് 2 വീഡിയോ ഇന്നാണ് അപ്ലോഡ് ചെയ്തത്. അപ്പൊ അതിനകത്ത് ഒരാൾ കമന്റ് ഇട്ട്, ഈ വഴി കയറി വരുന്ന വഴി ഇപ്പുറത്തായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. കയറി ഇപ്പം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് വഴിയല്ല കേട്ടോ, അത് തോടാണ്. തോടിങ്ങനെ വൃത്തിയായിട്ട് പടിയൊക്കെ കെട്ടിയിട്ടേക്കുന്നതേ ഉള്ളൂ. നമ്മുടെ അല്ല. നമുക്കിപ്പോൾ വേറെ വഴിയില്ലാത്തത് കൊണ്ട് അതുവഴി കയറി ഇറങ്ങുന്നതേ ഉള്ളൂ കേട്ടോ. നമ്മുടെ വഴി റെഡിയായി വരുന്നതേ ഉള്ളൂ. പിന്നെന്താണ് പ്രിയങ്ങളെ, ഇന്നും നമ്മുടെ ഫാമിലിയിലുള്ള 1-2 പേരെ കാണാൻ പറ്റി. ഒരുപാട് സ്നേഹം പറഞ്ഞു, ഒത്തിരി സന്തോഷമായി. ഒരുപാട് സ്നേഹം എല്ലാവരോടും കേട്ടോ. എൻ്റെ പ്രാർത്ഥനയിൽ എന്നും ഉണ്ട്. എനിക്ക് ഒരുപാട് വാക്കുകൾ കൊണ്ട് പറയാനോ അങ്ങനെയൊന്നും അറിയത്തില്ല. എന്നാലും എൻ്റെ പ്രിയപ്പെട്ടവരോട് ഇതൊക്കെ ഞാൻ പറയുന്നതേ ഉള്ളൂ. എന്തുകൊണ്ട് എല്ലാ വീഡിയോയിലും അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടോ. പിന്നെ ഇന്ന് മോനിക്കുട്ടൻ്റെ ക്ലാസ് തുടങ്ങുമായിരുന്നു. പ്രവേശനോത്സവത്തിന് ഞാനും മോനിക്കുട്ടനും കൂടെ രാവിലെ പോയി. 12 മണിയൊക്കെ ആയപ്പോഴത്തേക്കെല്ലാം കഴിഞ്ഞു. ഞാൻ പിന്നെ മോനിക്കുട്ടനെ ഇവിടെ കൊണ്ടാക്കിയിട്ടാണ് ജോലിക്ക് പോയത്. മുത്തിന് നല്ല ചൂട്, അതിന് എന്തുവാ മരുന്ന് കഴിക്കേണ്ടതെന്ന് ചോദിക്കുമായിരുന്നു. എന്താ പറയുന്നത്, യാത്ര ചെയ്തതിൻ്റെയൊക്കെ ആയിരിക്കും. പിന്നെ അവിടെ ചെന്ന് ഇത്രയും ദിവസം ഇവിടെ നിന്നിട്ടൊക്കെ ചെന്ന് ക്ലീൻ ചെയ്ത് പൊടി അടിച്ചതിൻ്റെ വല്ലതും ആയിരിക്കും, അറിഞ്ഞുകൂടാ. പിന്നെ അപ്പോൾ അങ്ങനെ ഞാൻ ഉച്ചയ്ക്കാണ് ഇവിടെ നിന്ന് ജോലിക്ക് പോയത്. പിന്നെന്താണ് പ്രിയങ്ങളെ, എനിക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ഈ വീട് ഷിഫ്റ്റ് ചെയ്യുന്നതിൻ്റെയായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങളൊക്കെ മാറ്റിയതിൻ്റെയൊക്കെ ആയിരിക്കാം, ആ അലർജി കൊണ്ടായിരിക്കും. എനിക്ക് ഭയങ്കര ചുമയായിരുന്നു. ചുമച്ച് എനിക്ക് വാരിയലിൻ്റെ ഇവിടെ എല്ലാം ഭയങ്കര വേദന കേട്ടോ. ഇങ്ങനെ കുനിയാനൊന്നും വയ്യ പ്രിയങ്ങളെ. കുറച്ച് നേരം എനിക്ക് നിന്ന് കഴിഞ്ഞിട്ട് എന്തെങ്കിലും എടുക്കാൻ ഇങ്ങനെ കുനിയാനൊന്നും എനിക്ക് പറ്റുന്നില്ല. നാളെ ഒരു ഫിസിഷ്യനെ കാണണമെന്ന് എനിക്ക് അത്ര വയ്യ. എനിക്ക് ഇവിടെ നെഞ്ചിനകത്ത് ഭയങ്കര ഇൻഫെക്ഷൻ പോലെ, ഈ വേദന എല്ലാം കൂടെ. അപ്പോൾ ഒന്ന് കാണിക്കാം എന്നോർത്ത് നാളെ ഡോക്ടറെ അടുക്ക പോകാനിരിക്കുവാണ്. പിന്നെ എല്ലാം സെറ്റായി വരാൻ കുറേ താമസമുണ്ട്. അതുപോലെ തന്നെയാണ് എൻ്റെ കാര്യം. എൻ്റെ പൊന്നുമോ എനിക്ക് കാപ്പി ഇട്ടുകൊണ്ട് വന്നു. പിന്നെ എന്താണ് പ്രിയങ്ങളെ, ഇന്നിനി പത്താഴത്തിന് ചോറും കറികളൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. നമ്മൾ എന്താ പറയുക, മീൻ വറക്കാനൊക്കെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് ഇന്ന് പ്രത്യേകിച്ചൊന്നും അടുക്കളയിൽ പാചകമില്ല. പിന്നെ സൂപ്പർ മാർക്കറ്റിൽ കയറി. നമ്മുടെ ഡസ്റ്റ്ബിന്ന് 2 ഉണ്ടായിരുന്നു. ഒരു നല്ല ഒരെണ്ണം ഉണ്ടായിരുന്നു. അത് നമ്മളിവിടെ വന്നപ്പോൾ പിന്നെ കാണുന്നില്ല. അത് എടുക്കാൻ മറന്നതായിരിക്കും, അത് അവിടെ ഇട്ടിട്ട് പോകുന്നതായിരിക്കും. അല്ലെങ്കിൽ ഇവിടെ കൊണ്ടുവന്നെങ്കിൽ ഇവിടെ കണ്ടേന്, കാണാനില്ല. അപ്പോൾ ഒരെണ്ണം കൂടെ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഞാനിത് ഇതെല്ലാം 2 മേടിക്കാമെന്ന് ഓർത്തു. ഒന്ന് അടുക്കളയിൽ വെക്കാം എന്ന് വിചാരിച്ചു. പക്ഷേ ഇല്ല, ഇവിടെ സ്കൂൾ ഓപ്പൺ ആയപ്പോഴത്തേക്ക് ഇതേലത്തേക്ക് എല്ലാം സെയിലായിപ്പോയി. അതുകൊണ്ട് ഇത് ഒരെണ്ണം കിട്ടി. ഇത് നീ കൊണ്ടുപോരും. 2 ബ്രഷ് നമ്മുടെ വാഷ് ബേസിനൊക്കെ കഴുകാൻ 2 മേടിച്ചു. ഒന്ന് അപ്പോഴേ എടുത്തോണ്ട് അവിടെ കൊണ്ടുവച്ചു. പിന്നെ സോപ്പ് 4 അത് മേടിച്ച്, പാലും മേടിച്ച് ഞാൻ ഇങ്ങോട്ട് പോരുന്നു. പിന്നെ ഷാമ്പു തലയൊന്നും തേച്ച് കഴിക്കണം, മുടി നിറച്ചായിരിക്കും പൊടിയായിരിക്കും. കാപ്പി കുടിച്ചേം വെച്ച് എനിക്കിവിടെ താട വെച്ച് ചക്കുപ്പേരി ഇന്നും ഇഷ്ടമാണ്. ചക്കുപ്പേരി തിന്നാന്ന് വഴിയാണ്. ഇത് അമ്മ ഇന്നലെ രാത്രി വാർത്തതാണ്. കുറച്ച് ചക്ക വേവിച്ചായിരുന്നു. എന്നിട്ട് രാത്രി ഞാൻ ആ വീഡിയോ എഡിറ്റ് ചെയ്യാൻ കയറിയ സമയം കൊണ്ട് അമ്മമ്മയും മോനും കൂടെ അരിഞ്ഞ് ഇത് വറുത്തു. ഞാൻ ഈ ചക്കുപ്പേരി തിന്നുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. ഇത് തിന്നാതിരിക്കാനും വയ്യ, പക്ഷെ തിന്നാനും പാടില്ല, നമ്മൾ സൂക്ഷിക്കണമല്ലോ. ഞാനിങ്ങനെ
ഉം. മുമ്പിലത്തെ പല്ലും കൊണ്ട് ഉം. കുറെ തിന്നാൻ പറ്റത്തില്ല. ഫ്രണ്ടിലത്തെ പല്ലും വെച്ച് കടിച്ചു പൊട്ടിക്കും. എന്നിട്ടാണ് കഴിക്കുന്നത് കേട്ടോ. വലിച്ചു വലി. ഇതൊരു കഷ്ടമെന്ന് ഓർത്തോളെ. ഇതൊക്കെ മാറും ഇവിടെ. ഇത് അടുക്കള വെക്കാണ്. ഇതൊക്കെ മാറുള്ളൂ. നിറച്ചാൽ തിന്നോ. സിൽവർ പല്ല് വെച്ചാൽ അത് ഗോൾഡിനെ മതിയെങ്കിൽ പിന്നെ അവിടെ കൊണ്ടുപോയി അമ്മയ്ക്ക് വെച്ചു ഇപ്പം. വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട്. 1-2 വീഡിയോ വീതം ഇട്ടെങ്കിലേ തീർത്തെടുക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് പെട്ടെന്ന് എഡിറ്റ് ചെയ്ത് ഇടണം എന്ന് വിചാരിക്കുന്നു. അമ്മമ്മയ്ക്ക് കൊടുത്തോ? ഇനി എന്തോ നമുക്ക് ഇച്ചിരി ചക്ക വേവിക്കാം എന്ന് പറയുന്നു അമ്മ. അതുകൊണ്ട് ഇച്ചിരി വേവിക്കാം. ഇച്ചിരി ചൂടോടെ ചോറിനോടെ കഴിക്കാൻ വേണ്ടി അമ്മമ്മയും മോനോടെ ചക്ക അരിയും. നമുക്ക് അരപ്പൊക്കെ റെഡിയാക്കാം. വീടിന്റെ കുറേ വിശേഷങ്ങളൊക്കെ എല്ലാവരും ചോദിക്കുന്നുണ്ട്. പ്രിയങ്ങളോട് ഞാൻ എല്ലാ വിവരവും പറയാം. സമയം പോലെ വീടൊക്കെ കാണിക്കാം. ആരെയും മറന്നതോ മനഃപൂർവ്വം ഒന്നും അല്ല. ഒരാൾ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, എല്ലാവരെയും ഓർത്ത്, പക്ഷെ ഞങ്ങളെപ്പോലുള്ളവരെ ഓർത്തില്ല എന്നുള്ള രീതിയിൽ. എൻ്റെ പ്രിയങ്ങളെ, ഞാൻ പറഞ്ഞില്ലേ, മനസ്സുകൊണ്ടും സാന്നിധ്യം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും ഒക്കെ കൂടെ നിൽക്കുന്നവരെ ഞാൻ എങ്ങനെ മറക്കാനാണ്. പിന്നെ എല്ലാം കൂടി ഒന്നിച്ച് നമുക്ക് വീഡിയോയിൽ കാണിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അതൊക്കെ കൊണ്ടാണ്. നിങ്ങളത് മനസ്സിലാക്കണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. പിന്നെ മോനിക്കുട്ടന് LSS കിട്ടിയോന്ന് ഒത്തിരി പേര് ചോദിച്ചായിരുന്നു. മോനിക്കുട്ടന് LSS കിട്ടിയില്ല. മോനിക്കുട്ടൻ്റെ സ്കൂളിൽ നിന്ന് 7 പേരാണ് പോയി പരീക്ഷ എഴുതിയത്. 2 പേർക്ക് കിട്ടി. മതി. നമുക്ക് തേങ്ങയും മാങ്ങയും ചക്കയൊക്കെ ഉണ്ടോ എന്നൊക്കെ ഒത്തിരി പേര് ചോദിച്ചാല്. തേങ്ങയും ചക്കയൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ പ്ലാവിൽ ഇട്ട ചക്കയാണ് കേട്ടോ. ഇന്നലെയൊക്കെ നമ്മൾ എടുത്തത് അപ്പുറത്തെ പറമ്പിലെയാണ്. അവിടെ ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം ചക്ക ഇടാൻ. ഇവിടെ എല്ലാവരും അത് എന്നൊക്കെ ഇട്ടുകൊണ്ട് പോകും. അങ്ങനെ ഇട്ട കൂട്ടത്തിൽ നമുക്കൊരെണ്ണം തന്നാണ്. ഇത് നമ്മുടെ സ്വന്തം പ്ലാവില് കേട്ടോ. വെള്ളം ഒഴിച്ച് ഉപ്പും ചേർത്ത് നമുക്ക് അങ്ങോട്ട് വെക്കാമേ. എന്നിട്ട് ഒരു വിസിൽ ഫുള്ള് അടിക്കണ്ട. അതിന് മുമ്പ് നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാം. എന്നിട്ട് നോക്കാം വെന്തോന്ന്. കിണറ്റിലെ വെള്ളമാണ്. നമുക്ക് കിണറുണ്ട്, കിണറ്റിലെ വെള്ളമാണ്. ഉപ്പൂടെ ചേർക്കാം. പാത്രങ്ങളൊക്കെ കുറച്ചൊക്കെ എടുത്തങ്ങോട്ട് വെക്കാനുള്ളതുണ്ട്. അതൊക്കെ കഴിഞ്ഞാൽ ഇവിടെ എല്ലാം ഒന്ന് സെറ്റാവും. തേങ്ങ, വെളുത്തുള്ളിയും ജീരകവും പച്ചമുളകും കൂടെ ചതച്ചെടുക്കാം. നമുക്ക് ചക്ക നമ്മൾ അടുപ്പ് വെച്ചേക്കുന്ന അടുക്കള അപ്പുറത്താണ്. അവിടെ നമുക്ക് അരകല്ലിടാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. പക്ഷെ അരകല്ലില്ല, അരയ്ക്കാനൊന്നും പറ്റത്തില്ല. എന്നാലും ഒരു അരകല്ല് ഇട്ടാലോ എന്ന് ആലോചനയുണ്ട്. ഒരാഗ്രഹം, ഒരു മോഹം.
പഴുത്തൊക്കെ വീട്ടിൽ നല്ല മണം. അതുകൊണ്ട് അമ്മ ചക്ക, നമ്മളിവിടെയൊക്കെ പറയും ചക്ക വഴട്ടുക എന്ന് പറയും. ചക്ക ഹൽവ പോലെ ഉണ്ടാക്കത്തില്ല, അങ്ങനെ ഉണ്ടാക്കാൻ എടുത്ത് വെച്ചേക്കാം. ആങ്ങള വരുമ്പോൾ കൊടുക്കാൻ. അവന് ഓഗസ്റ്റിലേക്ക് വരുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ചക്കയ്ക്ക് ആവി പോയില്ല കേട്ടോ. ഞാൻ അപ്പോഴത്തേക്ക് ചെറിയൊരു പണിയിലാണ്. ഇത് കണ്ട പ്രിയങ്ങളെ, എൻ്റെ ഇതെല്ലാം അഴുക്കായി, ഈ ഫ്ലവർ വൈസ് ഒക്കെ അഴുക്കായി. ഞാൻ ഒരെണ്ണം ക്ലീൻ ചെയ്തത് ഇതും കൂടെയുള്ള വ്യത്യാസങ്ങൾ അഴുക്കിരിക്കുന്നുണ്ട്. കുറച്ച് ദിവസം കൊണ്ട് എൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കുന്നു. ഓരോന്നോരോന്നും പതുക്കെ പതുക്കെ ചെയ്ത് വരുന്നതല്ലേ ഉള്ളു. ഞാൻ വിചാരിച്ചു ഇന്ന് ഇതങ്ങ് ക്ലീൻ ചെയ്ത് വെക്കാം എന്ന് വിചാരിച്ചു കേട്ടോ. ഇവിടെ നമുക്ക് അത്യാവശ്യത്തിന് 2-3 കുപ്പി ചെടികളൊക്കെ ഉണ്ട്. ഇത് കുറച്ചുകൂടെ ഭംഗിയുള്ളതായതുകൊണ്ട് അവിടെ വെക്കുക. സ്ഥലമുണ്ടല്ലോ, നമുക്ക് സ്ഥലം കുറവായിരുന്നുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ഉള്ള സ്ഥലത്തൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരുന്നത് കേട്ടോ. എല്ലാം നല്ല വൃത്തിയായിട്ട് അങ്ങോട്ട് കഴുകിക്കൊണ്ടു. ഈ ദൈവത്തിൻ്റെ അടുത്ത് ഇരിക്കുമല്ലോ. നമുക്ക് അരപ്പിൻ്റെ പച്ചമണം മാറാൻ ഒന്ന് അടച്ചു വെക്കാം. അതുപോലെ ചുമ്മാ ഒന്ന് അടച്ചു വെക്കാവേ. വിസിലൊന്നും വെക്കണ്ട, ഇങ്ങനെ വെന്ത് കേട്ടോ. ഇനി ഇതേ കുറച്ച് പാത്രങ്ങളുണ്ട്, അതൊക്കെ കഴുകി ഇവിടെ നിന്ന് വൃത്തിയാക്കട്ടെ. വലിയ കളിയാക്കി, ചക്ക വിട്ടൊരു കളിയില്ലെങ്കിൽ എന്നൊക്കെ പറയും. ഞാൻ പറഞ്ഞില്ല, ചക്ക ഇരുന്നിടം വരെ ഇവിടെ ഇതൊക്കെ തന്നെയാണ്. കടുകൂടെ വറുത്തിട്ടാൽ കൊള്ളാമെന്നൊക്കെയാണ്, പക്ഷെ എനിക്ക് പറഞ്ഞില്ല. ഇവിടെ നിന്ന് ഭയങ്കര അസ്വസ്ഥതയാണ്, പ്രിയങ്ക നിൽക്കാൻ വയ്യാത്ത വേദനയാണ്. അതാണ് എനിക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ടുള്ള വീഡിയോയ്ക്കകത്തൊക്കെ ഒരു പൂനുണ്ട് കേട്ടോ. അറിഞ്ഞോണ്ടല്ല, അറിയാതെ ഞാൻ ആയിപ്പോയി. ചക്ക അരിഞ്ഞു വെക്കാന്ന് പറഞ്ഞ് ബാക്കി അരിഞ്ഞുകൊണ്ടിരിക്കാം. ഫ്രീസറിൽ വെച്ചിട്ട് നമുക്ക് പിന്നെ എടുക്കാമല്ലോ. ഉപ്പുണ്ടോ നോക്കട്ടെ. അടിപൊളിയാട്ടോ, നല്ലപോലെ വെന്ത് കുഴഞ്ഞ് സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. കരിയോ അടിക്ക് പിടിക്കോ ഒന്നും ചെയ്യത്തില്ല. ഇങ്ങനെ വേവിച്ച എളുപ്പമാട്ടോ, പണി എളുപ്പമുണ്ട്. അടിപൊളിയായിട്ട് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് കഴിക്കാം. കഴിച്ചിട്ട് ഗുളികയൊക്കെ കഴിക്കണം. നമുക്ക് കുടിക്കാൻ ഇച്ചിരി വെള്ളം തിളപ്പിക്കണം. നാളെ മോനുകുട്ടന് സ്കൂളിൽ കൊണ്ടുപോകാനും വേണം. ജോലിക്കാരൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവർക്കും വെള്ളം വേണം. അത് നമ്മൾ തിളപ്പിച്ച വെള്ളം കൊടുക്കുന്നത്. കുറച്ച് തിളപ്പിച്ച് വെക്കാൻ, പിന്നെ രാവിലെ ഭയങ്കര ചൂടായി. അമ്മയാണ് ഉണ്ടാക്കി, പിന്നെ ആരുണ്ടാക്കുന്നത്? അമ്മമ്മയൊക്കെ എരിയുമല്ലേ. അമ്മ എരിയായിരിക്കും. ചോറ് വേണം. ഈ കഴിച്ചില്ലല്ലോ, അതിനുമ്പ് ഇങ്ങനെ അഭിപ്രായം. ചോറ് മതി, മോനക്കുട്ടിന് ചോറേ.
വീട്ടിൽ കഴിക്കാവേ. ചോറും ചക്ക എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മുടെ തീയലും കുഞ്ഞുമീൻ എന്തുമായിരുന്നു, അയലക്കൊഴുവ കറി വെച്ചതാട്ടോ. അതുമാണ് ഇന്നത്തെ അത്താഴം. എൻ്റെ പ്രിയങ്ങളോടെല്ലാം സ്നേഹം, സന്തോഷം, പ്രാർത്ഥനകൾ. നാളെ കാണാട്ടോ. അതിനകത്ത് മുളകുണ്ട്, മാറ്റി വെക്കണ്ടേ? അതിൻ്റെ അകത്ത് മുളകുണ്ട്, മതിയോ? കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.